നിങ്ങളുടെ ബന്ധുക്കളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ ബോഡി കൊണ്ടുവന്നപ്പോൾ ചിരട്ട ലഭ്യമല്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ മരണപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇവിടെ പറയാം സ്ഥലം ഇത് ഒറ്റത്തെങ്ങുന്ന സ്ഥലത്ത് എൻ്റെ പെങ്ങളെ ഭർത്താവാണ് മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബോഡി എടുക്കുന്നത് പിന്നെ രാവിലെ മുരയുടെ രജിസ്റ്റർ ചെയ്തതാണ്. അവിടെയുള്ള പിന്നെ മെമ്പർ അടക്കമുള്ളത് കടലാസ് കാര്യങ്ങളും ഇവിടെ ഏൽപ്പിച്ചതാണ്. ഇത് ഇന്ന സമയത്ത് ബോഡി എടുക്കും, 3:30 മണിക്ക് ബോഡി വീട്ടിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏൽപ്പിച്ചതാണ്. അപ്പം നമ്മൾ പിന്നെ 3:30 മണി വരെ നമ്മളിപ്പോൾ പിന്നെ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴേക്ക് എല്ലാവരും കുടുംബക്കാരും ആൾക്കാരിൽ എത്തുന്നതുകൊണ്ട് കറക്റ്റ് 3:30 മണിക്ക് നമ്മൾ ബോഡി അവിടെ നിന്ന് എടുത്ത് ബോഡിയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കാണുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വിറക് മാത്രമേ ഉള്ളൂ, ചിരട്ടയില്ലാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്ന ബോഡി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഇടിയത്തേക്ക് ഇല്ലാന്നാണ് തോന്നുന്നത് നമുക്ക്. നമ്മൾ ഈ നാട്ടുകാരല്ല, പക്ഷേ നമ്മൾ ആ കണ്ട ഒരു മനപ്രയാസം കൊണ്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇത് വെച്ചാൽ ഒരു ബോഡീനും കൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു വീട്ടിൽ നിന്ന് കരഞ്ഞും പിടിച്ചും മനപ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നിട്ട് ഒരു സംഭവത്തിൽ നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ചിരട്ടയില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ 2 മണിക്കൂറിന് അടുപ്പിച്ച് നമ്മൾ ഈ ആംബുലൻസിൽ ബോഡിയും വെച്ച് ഇവിടെ കാത്തു. അല്ല, രാവിലെ ബോഡി എടുക്കും എന്നൊക്കെ സമയങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒന്നും പറഞ്ഞില്ല നമ്മളോട് ഒന്നും. അങ്ങനത്തെ ഒരു ചിരട്ടേൻ്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ നമ്മളെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ 3:30 മണിക്ക് ബോഡി എടുക്കും, ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അടുത്ത പിന്നെ മെമ്പർ ചെയ്ത സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് നമ്മൾ ബോഡി 3:30 മണിക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എത്തി വന്ന് നോക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന സംഭവം വിറകിറക്കം നിങ്ങൾ ചിരട്ടയില്ലാന്ന് പറഞ്ഞിട്ട് അത് നമ്മൾക്ക്. അപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ നിങ്ങൾ ചിരട്ടയില്ലെങ്കിൽ നമ്മൾ ആ ചിരട്ട കൊണ്ടുവരണമെന്നെങ്കിൽ നിങ്ങൾ പറയണം ആ സമയത്ത്. ഇത് നിങ്ങൾ പിന്നെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഇവിടെ നമ്മൾ ചെറിയ പ്രായത്തിലും നമ്മളെ കുറേ കുടുംബക്കാരും ആൾക്കാരെല്ലാം നമ്മൾ കണ്ടതാണ് ഇത് ഇവിടെ കത്തിക്കുന്നതും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇതേപോലത്തെ ഒരു അവസ്ഥ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ അധീനതയിലല്ലേ ഈ ഒരു സ്ഥലമൊക്കെ? അതെ, കണ്ണൂർ കോർപ്പറേഷൻ്റെ കരാറ് ഡിസ്റ്റൻസ് കൊടുത്താണ്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം വലിയ രീതിയിൽ നമ്മുടെ ക്ലോക്ക് ടവറും കാര്യങ്ങളും നഗരത്തിലെ നഗര സൗന്ദര്യവൽക്കരണമൊക്കെ അതിനെല്ലാം അവർ നല്ല പിന്നെ പൈസകളും കാര്യങ്ങളും ചെയ്തിരുന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ നമ്മൾ ഈ അനുഭവപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മാത്രമേ ഇന്ന് അനുഭവപ്പെട്ട കാര്യം ചില നമ്മൾക്ക് ഒരു പിന്നെ ഇത് നമ്മളാർന്ന് കൊണ്ടുവന്ന ബോഡിയും പിന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ ഇവർ അങ്ങനെ ഒരു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പിന്നെ രാവിലെ കൊണ്ടുവന്ന ഈ നമ്മളിടുന്ന പിന്നെ റഷ് ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന സമയം കൊണ്ട് ബോഡിയുടെ എത്തും ഇന്ന് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഇവർ പറയാം ചിരട്ടയില്ലെങ്കിൽ ചിരട്ടയില്ല. ഇവിടെ ബോഡി കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ ഹിന്ദു ധർമ്മത്തിൽ എന്ന് വെച്ചാൽ ഒരു ബോഡി സന്തോഷമായിട്ട് അവിടെ കരഞ്ഞു പിടിച്ച് മാറ്റി ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് ഇവർ ഇത്രയും സമയം നമ്മൾ പിടിച്ചു ചെയ്ത് അത് വളരെ ഒരു ദയനീയ ഒരു അവസ്ഥയെ നമ്മൾ കണ്ടത്. നമ്മളെ പിന്നെ നമ്മളെ ഒരു പിന്നെ നമ്മളെ മാത്രമല്ല ഇത് അവിടുന്ന് മക്കളെടുക്കുന്നെല്ലാം കരഞ്ഞും പിടിച്ചിട്ടെല്ലാം നമ്മൾ ഓടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ബന്ധുവിന്റെ വേർപാട് എന്ന് പറയുമ്പോൾ എത്രയുണ്ടാവും? അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം നമ്മളെന്ന് വെച്ചാൽ അതാ പറഞ്ഞത് ഇന്നും തന്നെ വെച്ചാൽ ആരും മരണപ്പെടാം. ഇത് എത്ര വലിയ പൈസക്കാരായാലും പാവപ്പെട്ടവരെ കഴിഞ്ഞാൽ ആരായാലും മരണപ്പെടാം. പക്ഷെ ഇതേപോലത്തെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വേറെ ഒന്നും നമുക്ക് പറയാം. അന്ന് അലവില ഒരു ബോഡി പിന്നെ ഇവിടെ പുതിയ ആർപ്പത്തോടുള്ള ഒരു ബോഡി കൊണ്ട് വന്നാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ ചാക്കിൽ 2 ചാക്കിൽ വന്ന ചിരട്ടി കൊണ്ട് വന്നവനാ. ഇത് എന്താണ് അതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളിപ്പോ ഭരണസമിതിയിലുള്ള ആൾക്കാരല്ലേ? ഭരണസമിതിയിൽ സപ്പോർട്ട് ചെയ്യണോ? നിങ്ങൾ കൂടുതൽ വന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം മുതലെടുക്കാൻ നോക്കണം. രാഷ്ട്രീയം ആ മുതലെടുപ്പ് നടക്കുന്നത് മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായോ? വന്നവരോട് നമ്മളത് കൃത്യമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയം മുതലെടുക്കാൻ പറ്റില്ല. മഹേഷ് വന്നിട്ടുണ്ടെങ്കിൽ ആ വിചാരം ഉണ്ടല്ലോ, അത് മഹേഷിന് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കഴിവേടില്ല. ഇത് രാഷ്ട്രീയം, ഇത് നിങ്ങൾ അജണ്ടയാണ്. ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ വെച്ചിട്ട് കോർപ്പറേഷൻ ഭരണസമിതി പഠിപ്പിക്കാൻ നോക്കണ്ട. മനസ്സിലായോ? ആ മെജോറിറ്റി ഉണ്ട്, ആ രാഷ്ട്രീയം വേണ്ട. നോക്ക്
ഞങ്ങൾക്ക് ഈ ഒരു സംവിധാനം നമുക്ക് നമുക്ക് നോക്കാം. അല്ലാണ്ട് രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് ഇവിടെ കുറേയായി നമ്മൾ കാണുന്നത്. മനസ്സിലായില്ല, ഇവിടെ കുറേ കാണുന്നത് നമ്മള്. ഞാൻ കൊണ്ടുവന്നിട്ട് ചേട്ടടക്കം ആയിക്കോട്ടെ അതിന് നല്ലതല്ലേ, അങ്ങനെ നല്ലതല്ലേ. നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം പിന്നെ ഉള്ള ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ട് മാഷ. എല്ലാം നിങ്ങൾ ഏറ്റെടുത്തെല്ലാം ഭയങ്കരല്ലേ. നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഇവിടെ കുറെ ഇവിടെ പണ്ട് നിങ്ങൾ കുറെ ഏറ്റെടുത്തിട്ട് എന്നിട്ട് എന്തായാലും പോയിന് കയ്യാണ്ടിട്ട് 1000 രൂപ വാങ്ങിന് 1000 രൂപ വാങ്ങിന് 1000 രൂപ എന്ന് പറഞ്ഞത് 1000 രൂപ പഞ്ചായത്തിന്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഓരോ സ്ഥാപനത്തിനും ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവരവർ സ്ഥലത്ത് വെക്കണ്ടേ? എല്ലാം കണ്ണൂർ കോർപ്പറേഷനിലോ. ഞാൻ പറയട്ടെ, അതിലും നമ്മള് ആയിക്കോട്ടെ ജനങ്ങളോട് നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, രാഷ്ട്രീയ മോഡിന്റെ മുകളിൽ രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയായിട്ട് അത് അനൂപ് തീരുമാനിക്കലല്ലോ. ആ വ്യക്തി അവസാന നാളിലവൻ എന്നെ പയ്യാമ്പൽ അടക്കം ചെയ്യണം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഇവിടെ ബാധ്യത കോർപ്പറേഷൻ ഉണ്ട്. പിന്നെന്താ ഒരു മണിക്കൂർ ചാറ്റിയില്ലായിട്ട് ലേറ്റ് ആയിരുന്നു. അത് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു 1.5 മണിക്കൂർ നിന്റെ ബോഡിയും കൊണ്ട് 1.5 മണിക്കൂർ നിന്നോട് പൊതുപ്രവർത്തകനായ ഉണ്ടാവില്ല. നീ എങ്ങനെ പറയില്ലേ? ഇപ്പൊ എങ്ങനെ അതേ ആൾക്കാരനല്ല നീ പരാതി പറയുന്നത്. അതേ ആൾക്കാരനല്ലേ പരാതി പറഞ്ഞ ഇപ്പം ചേട്ടനോട് വഴക്ക് കൂടിയ ആള് ഏതെങ്കിലും പാർട്ടി കൗൺസിലറാണോ? ഇവിടത്തെ ഭരണസമിതിയിലെ 2 കൗൺസിലർമാരാണത്. ഏതാണ് അവർ? ഈ പിന്നെ UDF ഭരണസഭയിൽ ഉള്ള ഇപ്പം ഭരിക്കുന്ന ഭരണസമിതിയിലുള്ള 2 കൗൺസിലർമാരാണ്. അപ്പൊ ഇവിടെ ചിരട്ടിയില്ല, അത് അവരെ സംബന്ധിക്കും 1 മണിക്കൂർ വൈകി കുടുംബങ്ങളോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ നമ്മൾക്ക് കാണാം കണ്ണൂർ നഗരവൽക്കരണം അല്ലെ സൗന്ദര്യവൽക്കരണം കൊണ്ട് ഒരുപാട് കോടികൾ അവിടെ ചിലവാക്കിയിട്ടൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു മരണം ആർക്ക് വേണേൽ സംഭവിക്കാം, എപ്പോൾ വേണേൽ സംഭവിക്കാം. അപ്പോൾ അവിടെ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവല്ലോ ഇത്ര സമയത്ത് അടക്കമാണ് എന്നൊക്കെ. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായത്? അതായത് എൻ്റെ ഡിവിഷനിലൊരു ബോഡി അതായത് കൊണ്ടുവരുമ്പോൾ ആ വിളിച്ച സമയത്ത്, അതായത് മരിച്ച സമയത്ത് അറിയിക്കുന്നതോടൊപ്പം ഞാൻ അറിയുന്ന സമയത്തോടൊപ്പം ഞാൻ ഇവിടെ കൃത്യമായി പയ്യാമ്പലത്ത് ഇവിടുത്തെ സ്റ്റാഫിനോട് വിളിച്ച് പറയും ഇന്ന സമയത്ത് പിന്നെ ഇന്ന ബോഡി ഇവിടെ എത്തും. അങ്ങനെ കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലർമാരും മിക്ക കൗൺസിലർമാരും ഈ വിവരം കോർപ്പറേഷനിൽ അറിയിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം ഞാൻ ഈ കൗൺസിലർമാരോട് ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഡിവിഷനിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്ന് നിങ്ങളിവിടെ പൊതുശ്മശാനത്തിൽ കൊണ്ടുവന്ന് ആ ബോഡി 1.5 മണിക്കൂർ വെപ്പിച്ചാൽ അവിടെ ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചാൽ നിങ്ങളോട് പൊതുപ്രവർത്തകരായ നിങ്ങളോട് അവരുടെ പ്രതികരണം എന്തായിരിക്കും? അത് മാത്രമാണ് ഞാനിപ്പോൾ ഈ 2 കൗൺസിലർമാരോടും ചോദിച്ചത്. ചേട്ടനൊരു കൗൺസിലറല്ലേ? ഞാൻ കൊക്കമ്പറ ഡിവിഷനിലെ കൗൺസിലറാണ്. പക്ഷേ അവർ തികച്ചും എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നിങ്ങൾ സംസാരിക്കണം. ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, ഇന്നലെയാണോ കരാറുകാരൻ ചിരട്ട ഇല്ലാത്തത് എന്ന് അറിഞ്ഞത്. ഇവിടെ ദഹിപ്പിക്കാൻ, അതായത് ദഹനത്തിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ, അതായത് ചിരട്ട, വിറക്, അത് പുതിയ കരാറുകാരനാണെന്ന് പറയുന്നു. പക്ഷേ കരാറുകാരൻ ഇവിടെ എത്ര ബോഡി വരുന്നു എന്നുള്ളതല്ല ഇവിടെ വിഷയം. കരാറുകാരൻ ആവശ്യത്തിനുള്ള ചിരട്ട ഇവിടെ എത്തിക്കണമെന്ന് കരാറുകാരനോട് ആദ്യം കരാറിൽ ഏർപ്പെടുമ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയമാണ് ഞാൻ 2 കൗൺസിലർമാരോടും ചോദിച്ചത്. അപ്പോൾ അതിന് അവർ കൃത്യമായ മറുപടി തരാതെ രാഷ്ട്രീയപരമായി നിങ്ങൾ ചാനലുകാരെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലാണ് എന്നോട് സംസാരിച്ചത്. അതിനാണ് എനിക്ക് കുറച്ച് ക്ഷോഭിച്ചിട്ട് അവരോട് സംസാരിക്കേണ്ടി വന്നത്. കാരണം ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത് പൊതുജനത്തിന് വേണ്ടിയിട്ട് ഉള്ള ശബ്ദമാണ്. കാരണം അവസാനത്തെ, അതായത് ഈ ഒരു വ്യക്തി മരിച്ചാൽ ഇവിടെ പയ്യാമ്പലത്ത്
അതിനും ശാന്തമായി കിടന്നു മരിച്ച് ശാന്തമായിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത പേര് തന്നെ ശാന്തി തീരം എന്നാണ്. ശാന്തി തീരം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ അവിടെ ശാന്തി കിട്ടാതെ അലയുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെ മൃതദേഹങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ എത്ര നികൃഷ്ടമായാണ് ഈ പറയുന്ന മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാവും. കാരണം വരും നാളുകളിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ഈ BJPയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെടാൻ ഞങ്ങൾ കൗൺസിലിൽ ആവശ്യപ്പെടും. ഇതിനെതിരെ ഈ പയ്യാമ്പലത്ത് ശക്തമായ ഒരു സമരപരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യും. ഇതിനെ ഈ പ്രവണത ഇനി വെച്ച് ഉറപ്പിക്കില്ല എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം.